നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമായി. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് അനുകൂല നിലപാടെടുത്ത പ്രോസിക്യൂട്ടറെ സ്ഥാനത്ത് നിന്നും മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഗീനാകുമാരിയെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും നീക്കി മുഖ്യമന്ത്രി VD സതീശൻ ഉത്തരവിട്ടു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല. മറ്റൊരു നിയമനം നടക്കുന്നതുവരെ താൽക്കാലിക ചുമതലയാണ് നൽകിയത്. സർക്കാർ മാറ്റിയതിൽ പ്രതികരിച്ച് ഗീനാകുമാരി, സർക്കാർ അഭിഭാഷക എന്ന നിലയിൽ താൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ഗീനാകുമാരി രംഗത്തെത്തിയത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതിയിൽ വാദിച്ചതെന്നും നിയമത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി BJP. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആ മണ്ഡലങ്ങളുടെ ചുമതല നൽകി പ്രഭാരിമാരായി നിയമിച്ച് രംഗത്തിറക്കാനാണ് BJPയുടെ തീരുമാനം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പാവുകയാണെങ്കിൽ 2029 നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നേക്കുമെന്നത് പരിഗണിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രഭാരിമാരെ ഇതിനൊപ്പം നിശ്ചയിക്കും. അടുത്ത തവണ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വം കണക്കുകൂട്ടുന്നത്. കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ ജീവനക്കാരന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേസെടുത്തു പോലീസ്. ആക്രമണത്തിന് ഇരയായ ടോൾ ജീവനക്കാരൻ ജിതേഷിന്റെ പരാതിയിൽ വേങ്ങേരി സ്വദേശി ഫഹീമിനെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. ഇയാളുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ പ്രതി ഫഹീം ഒളിവിലാണ്. ടോൾ നൽകാതെ കടക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞ ജീവനക്കാരന് നേരെയുള്ള അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു കേസിനാസ്പദമായ സംഭവം. സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ തയ്യാറെടുത്ത ഗവർണർ. ഭരണമാറ്റത്തിന് ശേഷമുള്ള സർവകലാശാല സിൻഡിക്കേറ്റുകളുടെ പുനഃസംഘടന ഉടൻ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോക്ഭവൻ. ഇത് പൂർത്തിയായാൽ ഉടൻ സ്ഥിരം VCമാരെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് പ്രവേശിക്കുമെന്ന് ലോക്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. നിലവിൽ കാലിക്കറ്റ്, ആരോഗ്യം, ഡിജിറ്റൽ, KTU എന്നിങ്ങനെ 4 എണ്ണത്തിൽ മാത്രമേ സ്ഥിരം VCമാരുള്ളൂ. സർക്കാരിന് കീഴിൽ നിയമ സർവകലാശാല ഉണ്ടെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അവിടെ VCയെ നിയമിക്കാനുള്ള അധികാരം. ബാക്കിയുള്ളവയിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കാണ്. തന്ത്രി കണ്ഠര് രാജീവർക്കും താഴമൺ മഠത്തിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി തന്ത്രിയുടെ ഭാര്യ. മധുമണിമല എന്ന ആൾക്കെതിരെയാണ് തന്ത്രി കണ്ഠര് രാജീവരുടെ ഭാര്യ ബിന്ദു രാജീവ് പരാതി നൽകിയത്. നിരന്തരം അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച് കുടുംബത്തെയും താഴമൺ മഠത്തെയും ജനമധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാന പരാതി. രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് കൈമാറിയ പരാതിക്കൊപ്പം സൈബർ ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളും നൽകി. ദേശീയ തലത്തിൽ ലഭ്യതയിൽ ഉണ്ടായ ഗണ്യമായ കുറവ് കാരണം വൈദ്യുതി വാങ്ങാൻ കഴിയാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി അസാധാരണമായ വിധം താഴ്ന്ന സാഹചര്യവും മൂലം സംസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണം അനിവാര്യമായി വന്നുവെന്ന് KSEBയുടെ വിശദീകരണം. രാത്രി 7 മുതൽ 8 മണി വരെ 514 മെഗാവാട്ടും 8 മുതൽ 9 മണി വരെ 622 മെഗാവാട്ടും 9 മുതൽ 10 മണി വരെ 580 മെഗാവാട്ടും 10 മുതൽ 11 മണി വരെ 588 മെഗാവാട്ടും 11 മുതൽ 12 മണി വരെ 578 മെഗാവാട്ടും 12 മുതൽ 1 മണി വരെ 250 മെഗാവാട്ടും എന്നിങ്ങനെയാണ് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ്. ഇത് പരിഹരിക്കാനാണ് നിയന്ത്രണം വേണ്ടിവന്നത്. സംഘർഷത്തെ തുടർന്ന് 3 മാസമായി സ്തംഭനാവസ്ഥയിലായിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിച്ചതോടെ ഏലക്ക വിപണിയിൽ വൻ വിലക്കയറ്റം. വിദേശ വിപണി സജീവമായതോടെ ആഭ്യന്തര വിപണിയിലും പച്ചപ്പൊന്നിന് റെക്കോർഡ് വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വർഷം ആദ്യമായി കഴിഞ്ഞ ദിവസം 1 കിലോ ഏലക്കയുടെ ശരാശരി വില 3000 രൂപയും കടന്നു. 22-ന് സ്പൈസസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന RNS സ്പൈസസിന്റെ ഈ ലേലത്തിൽ ശരാശരി വില 3001.04 രൂപയായി ഉയർന്നിരുന്നു. 2025 ഫെബ്രുവരി 12-ന് രേഖപ്പെടുത്തിയ 3036 രൂപയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ശരാശരി വില വീണ്ടും 3000 തൊടുന്നത്.
വഴിയോരങ്ങളിൽ പെരുകുന്ന തട്ടുകടകളുടെയും ബജ്ജിക്കടകളുടെയും അവസ്ഥ ശോചനീയം. ലൈസൻസ് വേണ്ട, ഹെൽത്ത് സർട്ടിഫിക്കറ്റും വേണ്ട, ശുചിത്വ മാനദണ്ഡമില്ല, പരിശോധനയില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ് അധികൃതരുടെ പരിശോധന ഇല്ലാത്തതാണ് ഇതിനെല്ലാം ഇടയാക്കുന്നത്. ജില്ലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിക്കുകയും നിരവധി പേർ ചികിത്സ തേടുകയും ചെയ്തിട്ടും പരിശോധന ശക്തമാക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പേരിന് ചില ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നവർ തട്ടുകടകളെ ഒഴിവാക്കുകയാണ്. ഇതിനു പിന്നിൽ ഒത്തുകളിയാണെന്നാണ് ആരോപണം. ഓണ സീസണിൽ നാട്ടിലേക്ക് മടങ്ങുന്ന ബംഗളൂരു മലയാളികൾക്ക് ആശ്വാസ വാർത്ത. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം 8 നിന്ന് 16 വർദ്ധിപ്പിച്ചു. സർവീസ് ആരംഭിച്ച് 7 മാസം പിന്നിടുമ്പോഴാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാക്കുന്ന നിർണായക തീരുമാനം. 16 കോച്ചുകളുള്ള പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അടുത്ത മാസം പകുതിയോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. ഇതോടെ ബംഗളൂരു ഡിവിഷന് അനുവദിക്കുന്ന പുതിയ റേക്കിലൂടെ യാത്രക്കാരുടെ ശേഷി ഗണ്യമായി ഉയരും. അച്ഛൻ മരിച്ച് 2ാം നാൾ 18 ദിവസം പ്രായമുള്ള കുഞ്ഞിന് തൊണ്ടയിൽ പാല് കുടുങ്ങി ദാരുണാന്ത്യം. വെള്ളറക്കാട് തറമേൽ ഞാലിൽ വീട്ടിൽ പരേതനായ സുധീഷ്, മനുരാധ ദമ്പതികളുടെ മകളാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30 പെരുമ്പിലാവ് അക്കിക്കാവ് സിഗ്നലിന് സമീപം ലോറിയിടിച്ച് സുധീഷ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ സുധീഷിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോകാൻ കുടുംബം തയ്യാറെടുക്കുന്നതിനിടെയാണ് കുഞ്ഞിനെ തൊട്ടിലിൽ ചലനമറ്റ നിലയിൽ കണ്ടത്. രാത്രി പാലൂട്ടിയ ശേഷം കിടത്തിയതായിരുന്നു. ഉടൻ മരത്തങ്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുട്ടനാടിന്റെ ജലമേളകൾക്ക് ഇന്ന് തുടക്കം. ഉച്ചയോടെയാണ് ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ ചുണ്ടൻ വള്ളങ്ങൾ ജലപ്പരപ്പിൽ വിസ്മയം തീർക്കുക. ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് ജലപ്പരപ്പിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കും. ഇത്തവണ 7 ചുണ്ടൻ വള്ളങ്ങളാണ് രാജപ്രമുഖൻ ട്രോഫിക്കായി പോരാട്ടത്തിനിറങ്ങുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ചമ്പക്കുളം മഠത്തിൽ നിന്ന് വിഗ്രഹം കൊണ്ടുപോയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മൂലം വള്ളംകളി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകാൻ മതിയായ പിന്തുണ UDFന് ലഭിച്ചിട്ടില്ല. CPIM സഹകരിക്കാത്തത് BJPയുമായുള്ള രഹസ്യധാരണ കൊണ്ടാണെന്ന് UDF ആരോപിച്ചു. കോർപ്പറേഷനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായിരുന്ന ഇതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും UDF വ്യക്തമാക്കി. ഇന്ന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ വാഴൂട്ടുകോണം കൌൺസിലർ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നും നാടകീയ സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനെതിരെ 2 ആഴ്ചയായി LDF സമരം തുടരുന്നുവെന്ന് V. ശിവൻകുട്ടി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ LOCയിൽ നിന്ന് ഞായറാഴ്ച ഇന്ത്യൻ സൈന്യം ഒരു പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു. ഈ മാസം ജില്ലയിൽ പിടിക്കപ്പെടുന്ന 3ാമത്തെ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരനാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിലെ POK താമസക്കാരനായ 31-കാരനായ റയീസ് ഖാനാണ് അറസ്റ്റിലായത്. കറാച്ചിയിലെ സിന്ധ് റേഞ്ച് ആസ്ഥാനത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ശക്തമായി തള്ളി ഇന്ത്യ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മറ്റുള്ളവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതിനു പകരം സ്വന്തം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടതെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ കറാച്ചി സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ ഉയരുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നതായി അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് UCC നടപ്പാക്കുന്നതിനുള്ള നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. ഇന്ന് BJP സർക്കാർ നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങി വ്യക്തി നിയമങ്ങളെ മതാടിസ്ഥാനത്തിൽ വ്യത്യസ്തമായി നടപ്പാക്കുന്ന നിലവിലെ സംവിധാനത്തിന് പകരമായി എല്ലാവർക്കും ഒരേ സിവിൽ നിയമം കൊണ്ടുവരികയാണ് UCC ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിൽ ഒരു പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഞായറാഴ്ച ശക്തമായ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വെമ്പക്കോട്ടയ്ക്ക് അടുത്തുള്ള മൂർത്തിനൈക്കൻ പട്ടിയിലെ RP പടക് ഫാക്ടറിയിലാണ് സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കരിമരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ കേന്ദ്രീകൃത പ്രദേശമാണിത്. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് പരിഭ്രാന്തി പരന്നു. പ്രാദേശിക പോലീസും അഗ്നിശമന സേനാംഗങ്ങളും മറ്റ് അടിയന്തര സംഘങ്ങളും സ്ഥലത്തെത്തി. സ്ഥലത്ത് സ്ഫോടനം നടന്നതായി വിരുദുനഗർ ജില്ലാ കളക്ടർ ഡോക്ടർ NO സുഖപുത് സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സേഷൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ സമ്മാനിച്ചു. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിലെ മികച്ച നേതൃത്വ പാടവത്തിനും
സംഭാവനകൾക്കുമുള്ള ആദരവായാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രധാനമന്ത്രി മോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഹരിത വികസന പദ്ധതികൾക്കും ആഗോള സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള ശ്രമങ്ങളും വിവരിച്ചുകൊണ്ടാണ് സെയ്ഷെൽസ് പരമോന്നത പുരസ്കാരം സമ്മാനിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സമാനമായ നിരവധി പുരസ്കാരങ്ങളുടെ തുടർച്ചയാണ് ഇത്. പരസ്പരം ആക്രമിക്കുന്നത് നിർത്താൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയതായും ചൊവ്വാഴ്ച ഖത്തറിൽ മുതിർന്നതല ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ അവരുടെ ദുർബലമായ സമാധാന കരാർ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ ശ്രമമാണ്. 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച സുപ്രധാന കരാർ അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ സൈനിക കൈമാറ്റങ്ങൾക്ക് ശേഷമാണ് യുഎസും ഇറാനും ആക്രമണങ്ങൾ നിർത്തുന്നത്. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള സാങ്കേതിക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വാഷിംഗ്ടണും ടെഹ്റാനും എല്ലാ ഗതിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. സൗദി അറേബ്യയിൽ ദേശീയ എണ്ണ കമ്പനിയായ സൗദി ആരംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 മരണം. മുഴുവൻ യാത്രക്കാരും മരിച്ചതായി ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6ഓടെ റാസ് തനൂറയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ച 14 പേരും സൗദി പൗരന്മാരാണെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഹെലികോപ്റ്റർ തകരാനുണ്ടായ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗിക ഏജൻസികളുമായി ചേർന്ന് ഊർജ്ജ മന്ത്രാലയം വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെനസ്വേലയിലെ ഭൂചലനത്തിൽ അർജന്റീനൻ ഫുട്ബോൾ താരം ലൂക്കാസ് ട്രോജയുടെ ഭാര്യയും 2 മക്കളും മരിച്ചതായി വെനസ്വേലയിലെ പ്രമുഖ ക്ലബ്ബായ ഡിപ്പോർട്ടിവോ ലാ ഗ്വായിര ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഭാര്യ യാനിന മാരനല്ല, മക്കളായ ആരോൺ, എൻഹോ എന്നിവരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായ പ്ലായ ഗ്രാൻഡയിലായിരുന്നു കുടുംബത്തിന്റെ താമസം. ശക്തമായ പ്രകമ്പനത്തിൽ ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയം പൂർണ്ണമായും തകർന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഭാര്യയുടെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയത്. ദുരന്തമുണ്ടാകുമ്പോൾ വരാനിരിക്കുന്ന മത്സരത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി മാരിറ്റിമോ ക്ലബിനോടൊപ്പം കാരക്കാസിലായിരുന്നു ട്രേജോ. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തകരോടും ബന്ധുക്കളോടും ചേർന്ന് കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയായി. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 3 കിഴക്കൻ പ്രവിശ്യകളിലെ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സംയുക്ത വ്യോമാക്രമണം നടത്തി. ഔദ്യോഗിക അവകാശവാദങ്ങൾ പ്രകാരം പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ വ്യോമസേനയും നടത്തിയ ഓപ്പറേഷൻ രാത്രി വൈകി അഫ്ഗാനിസ്ഥാനിലെ പക്തിയ, കുനാർ പ്രവിശ്യകളിലെ സ്ഥലങ്ങൾ ആക്രമിച്ചു. കറാച്ചിയിലെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിന് 1 ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് രാജ്യത്തുടനീളം സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.